ഹായ് ഹലോ നമസ്കാരം. നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ചെമ്മീൻ കൊണ്ട് ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പല കട്ട്ലേറ്റുകൾ കഴിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ ഫേവറേറ്റ് കട്ട്ലേറ്റ് ബീഫ് കട്ട്ലേറ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ബീഫ് കട്ട്ലേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ചെമ്മീൻ കട്ട്ലേറ്റ് ആട്ടോ. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവറും ആട്ടോ ചെമ്മീൻ കട്ട്ലേറ്റിന്. അപ്പോൾ ഇനി ഈ ചെമ്മീനെല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുക്കണമായിരുന്നു. അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തു കേട്ടോ. ഉള്ളിലെ ആ വേസ്റ്റ് ഒരു ഞരമ്പുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ എടുത്ത് കളയേണ്ടത്. അതെല്ലാം എടുത്ത് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ആട്ടോ ഇട്ടേക്കുന്നത്. ഇത്രയും ഇട്ട് നല്ല പോലെ ഈ ചെമ്മീനെ തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. പൊടി ഒരുപാട് കൂടിയൊന്നും പോകണ്ട കേട്ടോ. ഗരം മസാലപ്പൊടി ഇടണം കേട്ടോ. ഗരം മസാലപ്പൊടി നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് ഗരം മസാല ഉണ്ട്, അത് അല്പം ഇട്ട് കൊടുത്താൽ മതിയേ. ഞാൻ അതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ്, കട്ട്ലേറ്റിന് മെയിൻ വേണ്ട സാധനം ഉരുളക്കിഴങ്ങാണല്ലോ. ഈ ഉരുളക്കിഴങ്ങ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഉരുളക്കിഴങ്ങ് വേവൊക്കെ ഉള്ളത് നോക്കിയെടുക്കണം. ചില ടൈമിൽ കിട്ടുന്ന ഉരുളക്കിഴങ്ങ് കാണുമ്പോൾ നല്ലതാണെങ്കിലും ചിലപ്പോൾ വേവിച്ച് കഴിയുമ്പോൾ ഉടയില്ലെന്നേ. അപ്പം ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് തന്നെയാണ് കേട്ടോ കുക്കറിലിട്ട് കുഞ്ഞ് കഷ്ണമാക്കി തന്നെയാണ് പുഴുങ്ങുന്നത്. കാരണം പിന്നെ കുക്കറിലിട്ട് പുഴുങ്ങി പിന്നെ എടുത്ത് തൊലി പൊളിച്ച് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കഷ്ണമാക്കിയിട്ട് ഈ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഇട്ട് കുക്കറിൽ നല്ല പോലെ വിസിലടിച്ച് വേവിച്ചെടുക്കുകയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിക്ക് ഇതൊക്കെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഇതാ നല്ല പോലെ ഈ ഉരുളക്കിഴങ്ങ് ഉടച്ച് ഇതുപോലെ എടുക്കണം. അത് ആ ചെറു ചൂടോടെ തന്നെ ഉടയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഉടഞ്ഞ് കിട്ടും കേട്ടോ. തണുത്ത് കഴിയുമ്പോഴാണ് കുഴയ്ക്കാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി വെച്ചു. ഇനി അടുത്തത് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, സബോള. ഇതാണ് നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അതനുസരിച്ച് സബോളയുടെയും വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഇത് മാറ്റണം, അളവ് വ്യത്യാസം വരുത്തണേ. അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇതാ റെഡിയായി. ഇനി അല്പം വെള്ളം ഒഴിച്ച് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ചെമ്മീൻ ഒരുപാട് വേവില്ല. എത്ര കൂടുതൽ വേവിക്കുന്ന അതനുസരിച്ച് ചെമ്മീൻ റബ്ബർ പോലെയാവും, ഹാർഡായിക്കൊണ്ടിരിക്കും. ചെമ്മീൻ ഒരു 5 മിനിറ്റ് പെട്ടെന്നൊന്ന് വേവിച്ചെടുക്കുക, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചെമ്മീൻ ഇനി തണുക്കാൻ മാറ്റി വെക്കുക. അത് പൊടിക്കണം മിക്സിയുടെ ജാറിൽ. അപ്പോൾ ആ സെയിം പാത്രത്തിൽ തന്നെ, അത് കഴുകുന്നൊന്നുമില്ല, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്ത് എന്നിട്ടാണ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി വരണം. കട്ട്ലേറ്റിന് ഒരുപാട് അങ്ങ് ക്രിസ്പി ആവേണ്ട, പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി. അതിനുശേഷം അതേ ചോപ്പറിൽ തന്നെ സബോളയും ചോപ്പ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ ആ ചെമ്മീൻ വേവിച്ച പാത്രത്തിൽ തന്നെ ആയതുകൊണ്ട് ആ മസാല, ആ ചെമ്മീൻ്റെ സ്മെല്ലും എല്ലാം ഈ സബോളയിലേക്കൊക്കെ പിടിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ പാത്രം കഴുകണ്ടെന്ന് പറഞ്ഞേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. വീണ്ടും കുറച്ച് നേരം കൂടെ നല്ല പോലെ ഈ സബോള ഇളക്കുക. പിന്നെ വേറൊരു കാര്യം എന്നാണെന്നറിയോ, ഇത് റെഡിയാക്കി അന്ന് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ കൂടുതൽ ടേസ്റ്റ് കട്ട്ലേറ്റിന്. പിന്നത്തേക്കെന്ന് പറഞ്ഞ് ഇത് ഫ്രിഡ്ജിലോട്ടൊക്കെ കയറ്റി വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു ലേശം ഒരു ഫ്ലേവർ കുറയുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്ന ദിവസം തന്നെ രാവിലെയൊക്കെ ആക്കി വെച്ചിട്ട് ഉച്ചക്കത്തേക്കോ വൈകിട്ടത്തേക്കൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും എന്ന് തോന്നി കേട്ടോ. ഒരു ദിവസം കഴിഞ്ഞുണ്ടാക്കുമ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറയുന്ന പോലെ. പിന്നെ സെയിം ചെമ്മീനിലിട്ട മസാലകൾ, അല്പം ഗരം മസാല, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്തിരി കാശ്മീരി മുളക് പൊടി, ഇത്രയും കൂടെ ഈ മുളകിലേക്കും സബോളയ്ക്കും വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്കും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നല്ലപോലെ ഇളക്കിക്കഴിഞ്ഞ് നമ്മൾ ചെമ്മീൻ തണുത്തത് മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പം തന്നെ നല്ല സ്മെല്ലാട്ടോ, ഭയങ്കര ഒരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്യുക. നല്ല ഫ്ലേവർ ആട്ടോ ചെമ്മീൻ്റെ കട്ട്ലേറ്റിന്. ഞാൻ പറഞ്ഞില്ലേ, ബീഫ് കട്ട്ലേറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ കട്ട്ലേറ്റ് തന്നെയാണ്. അത്ര രുചിയാണ്. നിങ്ങൾ ഒരു വട്ടം, പിന്നെ ഒരുപാട് ചെമ്മീൻ വേണ്ട. ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലേവർ ചെമ്മീൻ ഉള്ളതുകൊണ്ട് കുറച്ച് മാത്രം ചെമ്മീൻ എടുത്താൽ മതി. അല്ലാതെ ഒരുപാട് ചെമ്മീൻ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു വട്ടം എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ ആ ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടു. പിന്നെ മെയിൻ സാധനം മല്ലിയില കേട്ടോ. എന്താണേലും മല്ലിയില ഇട്ട് കൊടുക്കണേ. മല്ലിയില ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത് ഇതിനൊന്ന് ചെറുതായിട്ട് ചൂടാറട്ടെ കേട്ടോ, അല്ലെ കൈ പൊള്ളും. ഒന്ന് ചെറിയ ചൂടോടുകൂടി എന്നിട്ട് ഉരുട്ടി ഇതാ ഇഷ്ടമുള്ള ഷേപ്പിൽ വെക്കാം കേട്ടോ. ഞാൻ ഇത്തിരി വെപ്രാളായിപ്പോയി, 4 മണിക്ക് വേണ്ടി ഞാൻ ഇത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒരു വെപ്രാളത്തിൽ ഇത്തിരി ഷേപ്പൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സമയം എടുത്ത് നല്ല ഷേപ്പൊക്കെ ആക്കി ഉണ്ടാക്കിക്കോ, ഒരു കുഴപ്പമില്ല. നല്ല പോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. മുങ്ങി കിടക്കാൻ പാകത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ
ഒന്നുകൂടെ ഒറ്റയടിക്ക് തന്നെ 2 സൈഡും പൊള്ളിയൊക്കെ വരും. എണ്ണ ഇത്തിരി ഞാൻ പിശുക്കുന്നതുകൊണ്ട് കുറച്ച് അളവ് കുറച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് ബ്രെഡ് പൊടി, നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് എടുക്കുന്ന നല്ലത്. മിൽക്ക് ബ്രെഡ് ഒന്നും എടുക്കല്ലേ, അങ്ങനത്തെ ബ്രെഡ് എടുത്തിട്ട് അതും മിക്സിയുടെ ജാറിൽ പൊടിച്ചു, ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ ചൂടാക്കിയാൽ മതി ബ്രെഡ്. പിന്നെ ഇത് മുട്ടയുടെ വെള്ളയും കോൺഫ്ലവറും കുരുമുളകും ഉപ്പും ഇത്രയും സാധനം ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്താൽ ഈ മുട്ടയുടെ വെള്ളയും കോൺഫ്ലവറും കൂടി ഇടുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് തോന്നും കേട്ടോ, അതുകൊണ്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കട്ട്ലേറ്റ് മുട്ടയുടെ വെള്ളയിൽ ആദ്യം മുക്കുക, ബ്രെഡ് പൊടിയിലോട്ട് ഇടുക, എന്നിട്ട് അതിലും നല്ല പോലെ കോട്ട് ചെയ്തിട്ട് തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. റസ്ക് പൊടി ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എപ്പോഴും കട്ട്ലേറ്റിന് ബ്രെഡ് പൊടി തന്നെയാണ് കേട്ടോ നല്ലതായിട്ട് തോന്നിയത്. ഇതപ്പം കട്ട്ലേറ്റ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ, പുറമേ നല്ല ക്രിസ്പി ആയിട്ട്. അതിങ്ങനെ കട്ട്ലേറ്റ് പൊട്ടുമ്പോൾ തന്നെ സ്മെല്ല് വരും നല്ല ചെമ്മീൻ്റെ. കൂടെ കഴിക്കാനായിട്ട് സബോളയും നാരങ്ങാനീരും പച്ചമുളകും ഉപ്പും നല്ല പോലെ തിരുമ്മി ഒരു ചർലാസ് ഉണ്ടാക്കി. അപ്പം ട്രൈ ചെയ്ത് ടാറ്റ ബൈ, സീ യു.